ദേശീയപാത 66 തകർച്ചയുടെ കാരണങ്ങൾ നമ്മൾ അന്വേഷിക്കുമ്പോൾ അതിൽ ആദ്യം അന്വേഷിക്കേണ്ടത് തകർച്ചയുടെ സാമ്പത്തിക കാരണങ്ങളാണ്. കാരണം ഏകദേശം 60,000 കോടി രൂപ ഈ റോഡ് നിർമ്മാണത്തിന്, കേരളത്തിലെ വിവിധ റീച്ചുകളുടെ നിർമ്മാണത്തിന് വേണ്ടി മാറ്റിവെച്ചിട്ടുണ്ട്, വകയിരുത്തിയിട്ടുണ്ട്. എന്നാൽ ഈ പണത്തിൽ സിംഹഭാഗവും മറ്റുള്ള ആരുടെയൊക്കെയോ പോക്കറ്റുകളിലേക്കാണ് പോയത്. റോഡ് നിർമ്മാണത്തിന് വിനിയോഗിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് നിലവിലെ നാഷണൽ ഹൈവേ 66 വിവിധ റീച്ചുകളുടെ തകരാറും തകർച്ചയും കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ പണം എവിടെ പോയി എന്നുള്ളത് അന്വേഷണം വളരെ പ്രസക്തമാണ്. നോക്കൂ, ഇതിൽ ഒന്നാമത്തെ പേരുകാരൻ അദാനിയാണ്. റോഡ് നിർമ്മാണത്തിന്റെ ഇടയിൽ റോഡ് നിർമ്മാണ കരാർ ഏറ്റെടുക്കുകയും കരാർ തുകയുടെ സിംഹഭാഗവും അദ്ദേഹം അടിച്ചെടുക്കുകയും ഒരു ഇല്ല പോലും അനക്കാതെ, ഒരു തുള്ളി വേർപ്പ് പോലും ഒഴുക്കാതെ, കൈനനയാതെ 900 കോടി രൂപയോളം ഏകദേശം അദാനി എന്റർപ്രൈസസ് ലിമിറ്റഡ് ഇതിൽ നിന്ന് അടിച്ചു മാറ്റിയിട്ടുണ്ട് ഈ റോഡ് പദ്ധതിയിൽ നിന്ന്. പിന്നീട് വരുന്നത് വകുപ്പ് മന്ത്രിയാണ്. തീർച്ചയായിട്ടും ഏത് റോഡ് നിർമ്മിക്കുകയാണെങ്കിലും ആ ബന്ധപ്പെട്ട വകുപ്പിന്റെ മന്ത്രിമാർക്ക് ഒരു വിഹിതം മാറ്റിവെക്കുക എന്നുള്ളത് ഇന്ത്യയിലെ, കേരളത്തിലെ അലിഖിത നിയമമാണ്. തീർച്ചയായും കേന്ദ്ര സർക്കാരിന്റെ വകുപ്പ് മന്ത്രിക്ക് ഇതിൽ നിന്ന് നല്ലൊരു ശതമാനം തുക പോയിട്ടുണ്ടാവും ഈ റോഡ് പദ്ധതിയിൽ നിന്ന്. പിന്നെയുള്ളത് അദ്ദേഹത്തിന്റെ കീഴിലുള്ള സഹമന്ത്രിമാർക്കായിരിക്കും. സഹമന്ത്രിമാർക്ക് തീർച്ചയായിട്ടും അതിന്റെ വിഹിതം കിട്ടിക്കാണും. പിന്നെയുള്ളത് പാർട്ടി നേതാക്കളാണ്. നോക്കൂ, നിലവിൽ ഇന്ത്യയിലെ മിക്കവാറും എല്ലാ പാർട്ടികളും നിലനിൽക്കുന്നത് ഇത്തരം കമ്പനികളിൽ നിന്ന് ബോണ്ടുകളിലൂടെയും പിരിവുകളിലൂടെയും ഒക്കെ പണം ഊറ്റിക്കൊണ്ടാണ്. തീർച്ചയായും ഒരു റോഡ് പദ്ധതിയിൽ ഒരു അഴിമതി നടന്നാൽ ആ ഭരണ കക്ഷിയിലുള്ള പ്രധാനപ്പെട്ട പാർട്ടിക്ക്, അതിന്റെ നേതാക്കൾക്ക് തീർച്ചയായിട്ടും അതിന്റെ വലിയൊരു വിഹിതം കിട്ടിയിട്ടുണ്ടാവും. പാർട്ടി ഫണ്ടിലേക്ക് നല്ലൊരു വിഹിതം ഈ റോഡ് പദ്ധതിയിൽ നിന്ന് പോയിട്ടുണ്ടാവണം. കേന്ദ്ര സർക്കാരിനെ താങ്ങി നിർത്തുന്ന മറ്റ് മുന്നണികളുണ്ട്, അതിന്റെ നേതാക്കൾക്കും തീർച്ചയായിട്ടും ഇതിൽ പങ്കുണ്ടാവണം, അവർക്കും കിട്ടിയിട്ടുണ്ടാവണം പണം. അത് മാത്രമല്ല, അടുത്ത ഒരു കോൺട്രിബ്യൂഷൻ പോയിട്ടുണ്ടാവുക പാർട്ടി ഫണ്ടിലേക്കായിരിക്കും. പാർട്ടി ഫണ്ടിലേക്ക്, കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട സകല പാർട്ടി ഫണ്ടുകളിലേക്കും ഇതിൽ നിന്ന് പണം പോയിട്ടുണ്ടാവും. ഏകദേശം 50% തുക ഈ തരത്തിൽ റോഡ് പദ്ധതിയിൽ നിന്ന് വകമാറിപ്പോയിട്ടുണ്ട്, അടിച്ചു മാറ്റപ്പെട്ടിട്ടുണ്ട്, മോഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് റോഡ് പണി തുടങ്ങുന്നതിന്റെ മുമ്പ് തന്നെ. ഇനി അടുത്തൊരു വിഭാഗം കൂടെയുണ്ട്. ഏത് റോഡ് പദ്ധതി വന്നാലും അതിൽ നിന്ന് കൈയിട്ട് വാരാതെ ഉറക്കം കിട്ടാത്തൊരു വിഭാഗം. അത് കേന്ദ്ര സർക്കാരിന്റെയും കേരള സർക്കാരിന്റെയും ബന്ധപ്പെട്ട വകുപ്പിലെ ഉദ്യോഗസ്ഥരാണ്. കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം 2 വകുപ്പുകളാണ് ഇതിലുള്ളത്. ഒന്ന് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ, NHAI. രണ്ടാമത്തേത് മിനിസ്ട്രി ഓഫ് റോഡ് ട്രാൻസ്പോർട്ട് ആൻഡ് ഹൈവേ. ഇങ്ങനെ 2 ഔദ്യോഗിക സംവിധാനങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. ഈ റോഡ് നിർമ്മാണത്തിന് അനുവദിക്കപ്പെട്ട തുകയുടെ 25% ഈ വകുപ്പിലെ ഉദ്യോഗസ്ഥർ അടിച്ചു മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് ഞങ്ങളുടെ ബലമായ സംശയം. മൊത്തം 50 പ്ലസ് 25, 75% തുക റോഡ് പണി തുടങ്ങുന്നതിന്റെ മുമ്പ് തന്നെ പലരുടെയും പോക്കറ്റിലേക്ക് പോയിട്ടുണ്ട്. ഇനി ഈ റോഡ് നിർമ്മിക്കുന്ന, അവസാനം ഈ റോഡ് നിർമ്മിക്കുന്ന കോൺട്രാക്ടറെ സംബന്ധിച്ചിടത്തോളം, കോൺട്രാക്ടിംഗ് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ കയ്യിലെത്തുക, റോഡ് നിർമ്മാണത്തിന് വിനിയോഗിക്കാൻ അവരുടെ കയ്യിലെത്തുക വെറും 25% തുക മാത്രമാണ്. അതായത് 60,000 കോടി രൂപയ്ക്ക് നിർമ്മിക്കേണ്ട റോഡ് അതിന്റെ 1/4 ഭാഗം കൊണ്ട് നിർമ്മിക്കേണ്ടി വരുന്ന ഒരവസ്ഥയായിരിക്കാം അതിന്റെ കോൺട്രാക്ടറെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുക. എന്ന് പറഞ്ഞാൽ അയാളുടെ കയ്യിൽ കിട്ടിയ പൈസയ്ക്ക് ആ റോഡ് ഉണ്ടാക്കി കാണിക്കുക എന്നത് മാത്രമേ ഒരു കോൺട്രാക്ടറെ സംബന്ധിച്ചിടത്തോളം ചെയ്യാനുള്ളൂ എന്നർത്ഥം.